നമസ്കാരം. എല്ലാവർക്കും യുഗസാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ടി ടി സോമൻ. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഒരു കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ നിരീശ്വരവാദിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാപകമായ പ്രചരണം നടക്കുകയുണ്ടായി. പക്ഷേ ഗുരുദേവ കൃതികൾ വ്യാപകമായി പ്രചരിച്ചതോടുകൂടി, പ്രത്യേകിച്ച് ദൈവദശകം, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻപദം എന്ന വിശ്വപ്രസിദ്ധമായ പ്രാർത്ഥന ജനഹൃദയങ്ങളിലെത്തിയതോടുകൂടി, ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലെത്തിയതോടുകൂടി ഗുരുദേവൻ നിരീശ്വരവാദിയായിരുന്നു എന്ന് പ്രചരിപ്പിച്ചവർ പത്തി താഴ്ത്തി. പക്ഷേ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രചരണം. ആ പ്രചരണം ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നില്ല, ഹിന്ദു മതത്തിന്റെ ഭാഗമായിരുന്നില്ല, സനാതന ധർമ്മത്തിന്റെ ഭാഗമായിരുന്നില്ല എന്ന രീതിയിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ പ്രതിഷ്ഠകൾ ഹിന്ദു ദേവീദേവന്മാരെയാണ്. അത് മാത്രമല്ല, ഗുരു എഴുതിയ കൃതികൾ, ആ കൃതികളൊക്കെ തന്നെ ഹിന്ദു ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികളാണ്. അല്ലാതെയുള്ള കൃതികളും ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കൃതികളും ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. കൂടുതലും ഹിന്ദു ദേവീദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കൃതികളാണ്. അതിൽ വിനായകാഷ്ടകം ഗണപതിയെ സ്തുതിച്ചുകൊണ്ടുള്ള, വന്ദിച്ചുകൊണ്ടുള്ള സുപ്രസിദ്ധമായ കൃതിയാണ് വിനായകാഷ്ടകം. ശ്രീ വാസുദേവാഷ്ടകം, ശ്രീകൃഷ്ണ ദർശനം. ഗുരുദേവന് ശ്രീകൃഷ്ണന്റെ ദർശനം ലഭിക്കുകയുണ്ടായി. ആ ദിവ്യ ദർശനത്തെ പറ്റിയാണ് ശ്രീകൃഷ്ണ ദർശനത്തിൽ പറയുന്നത്. സദാശിവ ദർശനം, ശിവപ്രസാദ പഞ്ചകം, ശിവശതകം, ചിദംബരാഷ്ടകം, ദേവീസ്തവം, കാളീനാടകം, ഷൺമുഖ സ്തോത്രം. അതായത് വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട 3 കൃതികൾ, ശിവനെ പ്രകീർത്തിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് 15 കൃതികൾ, ദേവിയെ സ്തുതിച്ചുകൊണ്ട് 5 കൃതികൾ, സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ട് 7 കൃതികൾ. ഇതെല്ലാം ഹിന്ദു ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികളാണ്. വസ്തുത ഇതായിരിക്കെ ഗുരുദേവൻ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നില്ല എന്ന് പ്രചരിപ്പിക്കുന്നവർ നിക്ഷിപ്ത താല്പര്യക്കാരാണ്. ഗുരുദേവൻ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ മതങ്ങളെയും സംസ്കാരങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തതോടൊപ്പം തന്നെ ഹിന്ദു സംസ്കാരത്തിലുണ്ടായിരുന്ന മാലിന്യങ്ങളെ, ഹിന്ദു സംസ്കാരം, ഹിന്ദുമതം അതിപുരാതനമാണ്. അപ്പൊ കാലാന്തരത്തിൽ അതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ട്, നിഷ്കരണം തുടച്ചു നീക്കിക്കൊണ്ട് തന്നെയാണ് ഗുരുദേവൻ അദ്ദേഹത്തിന്റെ മഹാദർശനങ്ങൾ ലോകത്തിന് നൽകി. സഹോദരൻ അയ്യപ്പനും
CV കുഞ്ഞിരാമനും ഒക്കെ മതം മാറണം, ഹിന്ദുമതം വിട്ട് മറ്റു മതങ്ങളിലേക്ക് മാറണം എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞത്, മതമേതായാലും മനുഷ്യൻ ഒന്നായാലും മതി. അദ്ദേഹം പറയുണ്ടായി, ബുദ്ധമതം വളരെ നല്ല മതമാണ്, പക്ഷേ ബുദ്ധമതത്തിലുള്ളവരെല്ലാം നല്ലവരാണോ? അവിടെ നല്ലവരും മോശമായ ആൾക്കാരുമുണ്ട്. അതുപോലെ എല്ലാ മതത്തിലും നല്ലവരും മോശമായ ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ഒന്നാകണം. മതം ഏതായാലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നാകണമെന്ന മഹാമന്ത്രമാണ് ഗുരു നൽകിയത്. അതായത് മതപരിവർത്തനത്തിന്റെ ആവശ്യമില്ല, ഇവിടെ മനുഷ്യൻ നന്നായാൽ തീരുന്ന വിഷയമേ ഉള്ളൂ എന്നാണ് ആ സന്ദേശത്തിലൂടെ ഗുരു മാനവ സമൂഹത്തിന് നൽകിയത്. അങ്ങനെയുള്ള ഗുരു സനാതനധർമ്മത്തിന് എതിരാണ്, ഹിന്ദുധർമ്മത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒന്നുകിൽ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ്, അല്ലെങ്കിൽ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടും നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് വേണ്ടി ശിവപ്രസാദ പഞ്ചകത്തിലെ ഗുരുദേവൻ എഴുതിയ സുപ്രസിദ്ധമായ കൃതികളിൽ ഒന്നാണ് ശിവപ്രസാദ പഞ്ചകം. അതിലെ ഏതാനും വരികൾ ഗുരുദേവൻ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നവർക്ക് വേണ്ടി സമർപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവ നാടകമാടുമരുമ്പൊരുളെ. ഇതാണ് അതിലെ 4 വരികൾ. അപ്പോൾ ഈ തെറ്റായ പ്രചരണം നടത്തുന്നവരൊക്കെ ഗുരുദേവന്റെ കൃതികൾ വാങ്ങി ഒരു 4 വട്ടം വായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം എല്ലാ സ്നേഹിതന്മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ യുഗസാഗരം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് സ്നേഹിതന്മാരുണ്ട്, പക്ഷെ അവരാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നില്ല. ഒന്നുകിൽ അവർ ചെയ്തത് ശരിയായിട്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.